ഇന്ത്യ മറ്റൊരു ICC T20 ലോകകപ്പ് കിരീടം നേടുമ്പോൾ അഹമ്മദാബാദിൽ അയാൾ നീല ജേഴ്സിയിട്ട് ബാറ്റിങ്ങിനിറങ്ങിയിരുന്നില്ല. ദീർഘകാലം T20 ക്രിക്കറ്റ് ഫോർമാറ്റിൽ നിന്ന് മാറി നിന്നിട്ടും 2026 IPL തുടങ്ങിയപ്പോൾ അയാൾ വിൻറ്റേജ് ഫോമിലേക്ക് തിരികെയെത്തി. 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ ആരാധക മനസ്സുകളിൽ പച്ചകുത്തിയ ഒരാളെക്കുറിച്ചാണ് പറഞ്ഞുവരുന്നത്. റെക്കോർഡ് പുസ്തകങ്ങളിലെ ഇതിഹാസ നാമങ്ങൾ വെട്ടിമാറ്റി അവിടെയൊക്കെ തൻ്റെ പേര് എഴുതി ചേർക്കുന്നത് ജീവിതശീലമാക്കിയ ആൾ, കിങ് ഓഫ് ക്രിക്കറ്റ് വിരാട് കോഹ്ലി. IPL ഉദ്ഘാടന മത്സരത്തിലാണ് വിരാട് കോഹ്ലി വിൻറ്റേജ് കോഹ്ലിയിലേക്ക് തൻ്റെ ഗിയർ മാറ്റി ബാറ്റ് ചെയ്തത്. സൺറൈസേഴ്സ് ഹൈദരാബാദ് കുറിച്ച 202 എന്ന വലിയ മാർജിനിലേക്ക് ബാറ്റ് വീശുമ്പോൾ ആരാധകർ പലപ്പോഴും അവരുടെ പഴയ VKയെ കണ്ടു. MRF ബാറ്റ് കവിത പോലെ കവർ ഡ്രൈവുകൾ തീർത്തപ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ആവേശമുഖരിതമായി. ഫിൽ സാൾട്ട് 2 ബൗണ്ടറി നേടി പുറത്തായെങ്കിലും ദേവ്ദത്ത് പടിക്കലിനെ കൂട്ടുപിടിച്ച് കോഹ്ലി ചേസിംഗ് മാസ്റ്റർ മോഡ് ഓണാക്കി. പിച്ചിൽ പടിക്കലിന് താളം കണ്ടെത്താനായപ്പോൾ പവർ പ്ലേയിൽ പരമാവധി സ്ട്രൈക്കുകൾ കൈമാറുകയായിരുന്നു വിരാട്. RCB കുപ്പായമില്ലാതെ IPL കളിച്ചപ്പോഴെല്ലാം നിരാശപ്പെടേണ്ടി വന്ന പടിക്കലിന് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ടീമിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ ഫോം തുടരാനായി. 4 സിക്സറുകളും 7 ഫോറുകളും സഹിതം 26 പന്തിൽ 61 നേടിയാണ് പടിക്കൽ പുറത്തായത്. അപ്പോഴേക്കും RCB ഏതാണ്ട് വിജയമുറപ്പിച്ചിരുന്നു. ഒരറ്റത്ത് പടിക്കൽ ആഞ്ഞടിച്ചപ്പോൾ കോഹ്ലി ആങ്കർമാനായി കളിമനഞ്ഞു. മോശം പന്തുകൾ തിരഞ്ഞുപിടിച്ചടിച്ച് സ്ട്രൈക്ക് റേറ്റ് നിലനിർത്തി. കളി തീരാനിരിക്കെ വിരാട് ബാറ്റിൽ നിന്ന് തീ പാറിച്ചുകൊണ്ടിരുന്നു. ഹർഷൽ പട്ടേൽ എറിഞ്ഞ 16ാം ഓവറിലെ ആദ്യ പന്തിനെ ഗ്യാലറിയിലേക്ക് പായിച്ചു. തുടർന്നുള്ള 3 പന്തുകളിലും ബൗണ്ടറി നേടിയപ്പോൾ RCBക്ക് 6 വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയം. കത്തിക്കയറി പട്ടീദാർ മടങ്ങിയെങ്കിലും ജിതേഷ് ശർമ്മ ഗോൾഡൻ ഡക്കായിട്ടും കിങ് കോഹ്ലി കുലുങ്ങിയില്ല. ഹർഷൽ പട്ടേൽ, ഇഷാൻ മലിംഗ, ഹർഷ് ദുബെ, ഡേവിഡ് പെയ്ൻ അടക്കമുള്ള SRH ബൗളർമാർക്കെല്ലാം പുതിരെ തല്ല് കിട്ടി. 26 പന്തുകൾ ബാക്കി നിൽക്കെയാണ് കോഹ്ലി ഫിനിഷ് ചെയ്തത്. SRH വിക്കറ്റുകൾ വീണപ്പോഴെല്ലാം അയാൾ പഴയ ക്യാപ്റ്റൻ കോഹ്ലിയായി ആർമാദിച്ചു. ബൗണ്ടറിയിലൂടെ ടാർഗറ്റ് മറികടന്ന് കിങ് ആയി പോയില്ലേ എന്ന ഭാവത്തിൽ പഴയ വീര്യത്തോടെ തന്നെ വിരാട് ആഹ്ലാദ ചുവടുകൾ വെച്ചു. ഓർത്തുവെച്ചോളൂ, ഇനി മുതൽ കിരീടമുള്ള രാജാവാണ് വാഴാൻ പോകുന്നത്.